അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് താനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിരവധി ഹദീസുകളിൽ നമുക്ക് ആ വിഷയസംബന്ധമായ ഹദീസുകൾ കാണാൻ സാധിക്കും. മുസ്ലിം സ്ത്രീ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളിൽ ചിലതെല്ലാം നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅ്ദനകും നിസാഉകും ഇലൽ മസാജിദി ഫഅ്ദനൂ ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകുവാൻ വേണ്ടി നിങ്ങളോട് അനുവാദം തേടിയാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തംനഉ അൻ നിസാഅ ഹുദൂലഹുന്ന മിനൽ മസാജിദി ഇദസ്തഅ്ദനകും. പള്ളിയിൽ ഹാജരാകുന്നതിന് സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങളവരെ തടയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് രാത്രി പോലും അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് മറ്റു ഹദീസുകളും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഫുഖഹാക്കളും മുഹദ്ദിസുകളും അംഗീകരിച്ചൊരു കാര്യമാണ് സ്ത്രീക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരമായി സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് മഹ്റം ആവശ്യമുണ്ടോ എന്നതാണ്. അവളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോകാൻ മഹ്റം വേണോ? മഹ്റമിൻ്റെ ആവശ്യമില്ല എന്നതാണ് അതിന് ഉത്തരമായി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫതാവ അൽ ലജ്നത്ത് ദായിമ ഇത് സംബന്ധമായി വന്ന ചോദ്യത്തിന് കൊടുത്ത ഉത്തരം, മതവിധി, യജൂസു ലിൽ മർഅ അൽ മുസ്ലിമ അൻ തുസല്ലി ഫിൽ മസാജിദ്. സ്ത്രീകൾക്ക്, മുസ്ലിമായ ഒരു സ്ത്രീക്ക് പള്ളികളിൽ നമസ്കരിക്കുന്നതിന് അത് അനുവദനീയമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവിനോട് അവൾ അനുവാദം ചോദിച്ചാൽ അവളെ തടുക്കാൻ പാടില്ല എന്നതും നമുക്ക് ഫത്വയിൽ കാണാം. ആ ഹദീസുകളൊക്കെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടത് എന്നൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കാരത്തിന് പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ അവർ നമസ്കരിച്ചിരുന്നു. പ്രവാചകൻ്റെ ഭാര്യമാർ നമസ്കരിച്ചിരുന്നു. മറ്റ് സഹാബ വനിതകൾ നമസ്കരിച്ചിരുന്നു. രാത്രികളിൽ നമസ്കരിച്ചിരുന്നു. തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നു. സുബഹി നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നു. എഅ്തികാഫിൽ പോലും എഅ്തികാഫ് ഇരുന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ ഭാര്യമാർ എഅ്തികാഫ് ഇരുന്നിരുന്നു എന്നൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ ചില നിബന്ധനകൾ സ്ത്രീകൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതിൽ സൈനബ് സഖഫിയ എന്ന് പറയുന്ന സഹാബ വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഷഹിദത്ത് ഇഹ്ദാകുന്ന അൽ ഇശാഅ ഫലാ തതയ്യബ് തിൽക്കൽ ലൈല. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് ഹാജരാകുന്നുവെങ്കിൽ അവൾ ആ രാത്രി സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാ ഷഹിദത്ത് ഇഹ്ദാകുന്നൽ മസ്ജിദ ഫലാ തമസ്സ ത്വീബ. നിങ്ങളിൽപ്പെട്ട ഒരു വനിത, ഒരു സ്ത്രീ ഇശ പള്ളിയിൽ വരികയാണെങ്കിൽ അവൾ സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വളരെ അച്ചടക്കത്തോടും ഇസ്ലാം പറയുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ടും വേണം പള്ളിയിലേക്ക് വരാൻ എന്ന കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല തൻ്റെ ഫത്വയിൽ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾക്ക് തറാവീഹ് നമസ്കാരത്തിന് വലാ ബഅസ ബിഹുളൂലിൻ നിസാഇ സലാത്തു തറാവീഹ് ഇദാ അമിനത്തിൽ ഫിത്ന, സ്ത്രീകൾക്ക് കുഴപ്പങ്ങളെ ഭയപ്പെടുന്നില്ലെങ്കിൽ, അവർ സുരക്ഷിതരാണ് എങ്കിൽ അവർക്ക് തറാവീഹ് നമസ്കാരത്തിനും ഹാജരാകുന്നതിന് തകരാറില്ല. എന്നാൽ അവർ നിബന്ധനകൾ പാലിക്കണം. അവർ അലങ്കാരങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല, അവർ അവരുടെ ശരീരം ആവരണം ചെയ്തുകൊണ്ടാകണം വരേണ്ടത്. ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അവർക്ക് തറാബീഹ് നമസ്കാരത്തിന് വരെ പങ്കെടുക്കുന്നതിന് തകരാറില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല തൻ്റെ ഫത്വയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പണ്ഡിതന്മാരും സൗദി അറേബ്യയിലെ ഫതാവ അൽ ലജ്ന ദായിമയുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഫത്വ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്നും, ഭാര്യമാർ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ഭർത്താക്കന്മാർ തടയരുത് എന്നുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസും, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാത്തുകളെ അള്ളാഹുവിൻ്റെ പള്ളിയെ തൊട്ട് നിങ്ങൾ തടുക്കരുത് എന്നുള്ള ഹദീസുകളൊക്കെ തെളിവായി കൊടുത്തുകൊണ്ട് സ്ത്രീക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്നാണ് ലജ്ന ദായിമ വരെ ഫത്വ നൽകിയിട്ടുള്ളത്. ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് അദ്ദേഹം ഈ വിഷയത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകളൊക്കെ അദ്ദേഹം ക്രോഡീകരിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹറാസത്തുൽ ഫളീല എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ നിബന്ധനകൾ? പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന സ്ത്രീകൾ ആ നിബന്ധനകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആ നിബന്ധന? അതിലൊന്നാമത്തത്, അവൾ കുഴപ്പമില്ലാത്ത സന്ദർഭത്തിലാകണം പോകേണ്ടത്. പുറത്തിറങ്ങിയാൽ കുഴപ്പമുണ്ട് എന്ന രൂപത്തിലാണ് കാര്യങ്ങളെങ്കിൽ അവൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. അവൾ സുരക്ഷിതയായി പോകാൻ സാധിക്കണമെന്നർത്ഥം. അപ്പൊ സുരക്ഷിതത്വമില്ലാത്ത ഒരന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ അവൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകാൻ പാടില്ല. രണ്ടാമത്തത്, അവളുടെ വിഷയത്തിൽ മതപരമായ വിലക്കുകളൊന്നും അവൾക്കുണ്ടാകാൻ പാടില്ല. അവിടെ ഹാജരാകുന്നതിന് മതപരമായ വിലക്കുകൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അവൾ ആർത്തവകാരിയാകരുത്, പ്രസവരക്തമുള്ളവളാകരുത്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ലാത്ത വിലക്കപ്പെട്ട സമയങ്ങളാണ്. അശുദ്ധി ബാധിച്ചിട്ടുള്ള സമയങ്ങൾ, പള്ളി ശുദ്ധിയായി പ്രവേശിക്കേണ്ട ആളുകൾക്ക് പ്രവേശിക്കാനുള്ളതാണ്. അപ്പോൾ ശുദ്ധരായ ആളുകളാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്. അത് പുരുഷന്മാർക്കും വിലക്കുണ്ട് കേട്ടോ. ഇനി സ്ത്രീകൾക്ക് മാത്രം പള്ളി വിലക്ക് എന്ന് പറയേണ്ടതില്ല. പുരുഷന്മാർ വലിയ അശുദ്ധി ബാധിച്ചവരാണെങ്കിൽ അവർ കുളിച്ച് ശുദ്ധിയാകും മുമ്പ് അവർക്ക് പള്ളി പ്രവേശനം പാടില്ലാത്തതാണ്. സ്ത്രീകളും അതുപോലെ അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്ത് അവർ പള്ളിയിൽ പ്രവേശിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ള മതപരമായ വിലക്കുകൾ ഇല്ലാത്ത സന്ദർഭത്തിലാകണം അവൾ പള്ളിയിലേക്ക് പോകേണ്ടത്. ഇനിയോ മറ്റൊരു നിബന്ധന, മൂന്നാമത്തത്, വഴിയിലും അതുപോലെ പള്ളിയിലുമൊക്കെ പുരുഷന്മാരുമായി തിക്കിത്തിരക്കുണ്ടാകാത്ത സന്ദർഭമായിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വരുമെങ്കിൽ അവൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. അതായത് വഴിയിലൊക്കെ ഒന്നാകെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തിക്കിത്തിരക്ക് അതിൻ്റെ ഇടയിൽ കൂടി പെണ്ണ് പള്ളിയിലേക്ക് പോവുക എന്നത് പാടില്ലാത്തതാണ്. ആ നിബന്ധന കൂടി അവൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാതെ സുഖമായി അവൾക്ക് ആണുങ്ങളുമായി തിക്കിത്തിരക്കില്ലാത്ത രൂപത്തിൽ, അവൾക്ക് കൂടിക്കല്ലാത്ത രൂപത്തിൽ പോയി വരാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ അവൾക്ക് പള്ളിയിലേക്ക് പോകാവുന്നതാണ്. നാലാമത്തത്, സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല. അവൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകരുത്. മണവസ്തുക്കൾ, സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ. അത് ഇസ്ലാം വിലക്കിയതാണ്. അപ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, സുഗന്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ വാസന ആളുകളുടെ മൂക്കിലേക്ക് എത്തുമ്പോൾ അത് എവിടെ നിന്ന് ആ വാസന വരുന്നു എന്ന് സ്വാഭാവികമായും ആളുകൾ ശ്രദ്ധിക്കും. അപ്പോൾ അവളെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. അതുകൊണ്ട് നോട്ടം ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം നോട്ടത്തെ നിയന്ത്രിക്കാൻ പറഞ്ഞത്. ഏത് വിഷയത്തിൻ്റെയും തുടക്കം നോട്ടമാണ്. അത്
നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നോട്ടമാണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ട് നോട്ടത്തെ, ദൃഷ്ടികളെ നിയന്ത്രിക്കണമെന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഗന്ധം നോട്ടത്തെ നമ്മളെ ഇതിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളെ ആകർഷിക്കപ്പെടും. അതിനാൽ അങ്ങനെയുള്ള സുഗന്ധം പൂശിക്കൊണ്ട് സ്ത്രീ പള്ളിയിലേക്ക് പുറപ്പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, ഒരു പെണ്ണ് അസ്വാബത്ത് ബുഖൂറ ഫലാ തഷ്ഹദ് മഅനൽ ഇശാ, അതായത് ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചിട്ട് ഇഷാക്ക് നമ്മളൊപ്പം ഹാജരാകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അഞ്ചാമത്തത്, അവൾ പോകേണ്ടത് വേഷവിധാനം, ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാകണം. അത് സൗന്ദര്യം വെളിവാക്കുന്ന രൂപത്തിൽ സൗന്ദര്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളിൽ അവൾ പള്ളിയിലേക്ക് പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേഷവിധാനങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. എന്നാൽ അവൾ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൾക്ക് പോകാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന്, ആറാമത്തെ നിബന്ധന, നമ്മുടെ ആധുനിക പള്ളികളിൽ ബാബുൻ നിസ, പള്ളികളിൽ പ്രത്യേകമായ സ്ത്രീകൾക്കുള്ള കവാടമുണ്ടാകും. അതിലൂടെ അവൾ കടക്കുകയും അതിലൂടെ അവൾ പുറത്തേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായി പ്രവേശിക്കാനുള്ള, ഇപ്പം മദീന പള്ളിയിൽ ബാബുൻ നിസ ഉണ്ടല്ലോ, സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടം പ്രവാചകന്റെ കാലത്തുണ്ടത്. അപ്പോൾ ആ ബാബുൻ നിസ, സ്ത്രീകൾ വന്നു പോകുന്ന ആ വാതിൽ, അത് എല്ലാ പള്ളികളിലും ഉണ്ടാകും. അതിലൂടെയാണ് അവൾ പ്രവേശിക്കേണ്ടത്, അതിലൂടെയാണ് അവൾ പുറത്തേക്ക് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പുരുഷന്മാർ ഒന്നാമത് സഫ് കെട്ടും, പിന്നീട് കുട്ടികളും പിന്നെ സ്ത്രീകളുമായി. ആധുനിക പള്ളികളിൽ പ്രത്യേകമായി അവർക്കുള്ള പ്രവേശന കവാടവും അവർക്കുള്ള സംവിധാനങ്ങളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ നിലക്ക് സ്ത്രീകൾക്കുള്ള പ്രവേശന കവാടത്തിലൂടെ പ്രവേശിക്കുകയും അതിലൂടെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ നിബന്ധനയും അവൾ പാലിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഏഴാമത്തെ നിബന്ധന ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് പറഞ്ഞത്, സ്ത്രീകളുടെ സഫ് പുരുഷന്മാരുടെ പുറകിലാകണം. അതാണ് സൂക്ഷിക്കേണ്ട സംഗതി. സ്ത്രീകളുടെ സഫ് പുരുഷന്മാരുടെ പുറകിലായിരിക്കണം. മാത്രമല്ല, അതിൽ അവസാനത്തേതായാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. അത് ആണുങ്ങളുടെ സഫ് ഏറ്റവും മുമ്പിലെ സഫാണ് ശ്രേഷ്ഠകരം, ഏറ്റവും പുറകിലെ സഫ് പ്രതിഫലം കുറഞ്ഞതാണ്. എന്നാൽ സ്ത്രീകളുടേത് ഏറ്റവും പ്രതിഫലമുള്ള ശ്രേഷ്ഠമായത് ഏറ്റവും പുറകിലെ സഫും ഏറ്റവും മുമ്പിലെ സഫ് പ്രതിഫലം കുറഞ്ഞതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അത് അന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കാണുന്ന രൂപത്തിലാണല്ലോ. അപ്പോൾ പുരുഷന്മാരുടെ അവസാനത്തെ സഫും സ്ത്രീകളുടെ ആദ്യ സഫും, ഇത് രണ്ടും പ്രതിഫലത്തിൽ കുറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പ്രതിഫലത്തിൽ കൂടുതലുള്ളത് പുരുഷന്മാരുടെ ഒന്നാമത്തെ സഫും സ്ത്രീകളുടെ ഏറ്റവും പുറകിലെ സഫ്, അതായത് പുരുഷന്മാരോട് അടുത്ത് നിൽക്കാത്ത ഏറ്റവും പുറകിലെ സഫുമാണ് പ്രതിഫലം കൂടുതലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ നിലക്കുള്ള നിബന്ധനകളും അവൾ പാലിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന്, ഒമ്പതാമത്തെ ഒരു നിബന്ധന, ഇമാമിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ, ഇമാം ഓതുന്നിടത്തോ ഇമാമിൻ്റെ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും നമുക്ക് തെറ്റ് സംഭവിച്ചാൽ പുരുഷന്മാർ തസ്ബീഹ് ചെല്ലണം, സ്ത്രീകളാകട്ടെ കൈയടിക്കുകയാണ് വേണ്ടത്. അവർ ഒച്ചയുണ്ടാക്കി പറയണം സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ഉറക്കെ പറയേണ്ടതില്ല, അവർ ചൊല്ലേണ്ടതില്ല, മറിച്ച് അവർ കൈയടിക്കുകയാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പള്ളിയിലുള്ള സ്ത്രീകൾ, പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഇമാമിന് എന്തെങ്കിലും തെറ്റുപറ്റി, അബദ്ധം പറ്റി, അത് തിരുത്തി കൊടുക്കാൻ കൈയടിക്കണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടതില്ല. സുബ്ഹാനല്ലാഹ് പറയേണ്ടത്, അത് തസ്ബീഹ് പറയേണ്ടത് ആണുങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 10ാമത്തെ നിബന്ധന, സ്ത്രീകൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പുരുഷന്മാർ തിരിച്ചു പോകും മുമ്പ് സ്ത്രീകൾ പുറപ്പെടണം. ഇപ്പം നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമസ്കാരം കഴിഞ്ഞാൽ സ്ത്രീകളാണ് ആദ്യം പള്ളി വിട്ട് പുറത്തേക്ക് പോകേണ്ടത്, പുരുഷന്മാരല്ല. നമുക്കറിയാം, പുരുഷന്മാർ അവിടെ കാത്തിരിക്കണം. സ്ത്രീകൾ പോയി തീരുന്നവരെ പുരുഷന്മാർ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അവർ അവിടെ കാത്തിരിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്കത് കാണാമല്ലോ. അപ്പോൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ അവിടെ അല്പസമയം ഇരിക്കും എഴുന്നേൽക്കാതെ. എന്നിട്ടത് എന്തിനാണ്? അത് സ്ത്രീകൾ പിരിഞ്ഞു പോകുവാൻ വേണ്ടിയാണ്.
അപ്പോൾ സ്ത്രീകൾ പിരിഞ്ഞു പോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും, അപ്പോൾ പുരുഷന്മാരും എഴുന്നേറ്റ് പോകും. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 10 നിബന്ധനകൾ, അപ്പോൾ ആദ്യം പള്ളി വിട്ട് പുറത്തു പോകേണ്ടത് ആദ്യം ആരാണ്? ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളാണ് പള്ളി വിട്ട് ആദ്യം പുറത്തേക്ക് പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ 10 നിബന്ധനകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അതിന് വിലക്കില്ല. അപ്പൊ ചില ആളുകൾ പറയും അത് അവിടെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടില്ല. അത് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, സ്ത്രീകൾ ജമാഅത്ത് നിർബന്ധമില്ല. സ്ത്രീകൾക്ക് ജമാഅത്ത് നിർബന്ധമില്ല, വീട്ടിൽ നിസ്കരിക്കാം. പക്ഷേ ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനോട് ഞാനൊന്ന് പള്ളിയിൽ പോകട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ പുരുഷന്മാരോട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ വിലക്കരുത്, അവർക്ക് അനുവാദം കൊടുക്കണം. അത് രാത്രിയാണെങ്കിലും ഇശാ നമസ്കാരത്തിൻ്റെ സമയമാണെങ്കിലും അവർക്ക് അനുവാദം കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സുബഹിക്ക് സ്ത്രീകൾ പങ്കെടുത്തിരുന്നു പ്രവാചകന്റെ കൂടെ, ഇശാഇന് പങ്കെടുത്തിരുന്നു, ഖിയാമുൽ ലൈൽ പങ്കെടുത്തിരുന്നു, അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിൽ ഈദ്ഗാഹിൽ മുസല്ലയിൽ പങ്കെടുത്തിരുന്നു, അതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാ നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ, സഹാബ വനിതകൾ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ശേഷവും കാലശേഷവും സ്ത്രീകൾ പങ്കെടുത്തു. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് തൻ്റെ ഭാര്യ ആത്തിക്ക റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്നിട്ടുകൂടി ആത്തിക്ക അത് മനസ്സിലാക്കിയിട്ടും പള്ളിയിൽ പോയിരുന്നു. എന്നെ വിലക്കാത്തിടത്തോളം കാലം ഞാൻ പോകും. എന്തേ വിലക്കാത്തത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൽപ്പന ഉള്ളതിനാൽ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് എന്നും സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ പള്ളിയിൽ പോകാൻ നിങ്ങൾ തടയരുത്, അനുവാദം കൊടുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് ഉള്ളത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു തടുക്കാത്തത് എന്ന് വളരെ കൃത്യമായി കാണാം. അപ്പോൾ ഇതെല്ലാം വളരെ ക്ലിയറാണ്. ഇവിടെ തർക്കത്തിൻ്റെയോ ബഹളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു പെണ്ണ് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകാം, നമസ്കരിക്കാം. അതിൻ്റെ നിബന്ധനകൾ, നമ്മൾ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ, ആ ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിച്ചുകൊണ്ട് സുഗന്ധം പൂശാതെ ആണുങ്ങളുമായി കൂടിക്കലരാതെ അവർക്ക് പ്രത്യേകമുള്ള കവാടത്തിലൂടെ പ്രവേശിച്ച് അതിലൂടെ പുറത്തേക്ക് വന്ന് ആണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം തന്നെ പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവുക, കുഴപ്പങ്ങളൊന്നുമില്ലാത്ത സന്ദർഭത്തിലാവുക, ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിൽ പോകാം. അതിന് യാതൊരു വിലക്കുമില്ല, ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതൊരു പെണ്ണിന് പള്ളി വിലക്കില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ നിസ്കരിച്ചാൽ മതി, അവർക്ക് ജമാഅത്ത് നമസ്കാരമായിട്ടും ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമില്ല. പുരുഷന്മാർക്കാണ് ജമാഅത്ത് നമസ്കാരം നിർബന്ധമുള്ളത്, പള്ളിയിലെത്തി നിസ്കരിക്കേണ്ട പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് ജമാഅത്ത് നമസ്കാരം നിർബന്ധമില്ലാത്ത വീട്ടിൽ നിസ്കരിച്ചാൽ ഉള്ളവരുമായിട്ട് ജമാഅത്താക്കി നിസ്കരിച്ചാൽ മതി. പക്ഷേ എന്നാലൊരു പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ, ഒരു പെണ്ണിന് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അവൾ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ തടുക്കാൻ പാടില്ല. ഭർത്താവ് തടുക്കരുത്, രാത്രിയാണ് പോകുന്നതെങ്കിൽ പോലും തടുക്കരുത് എന്ന് ഹദീസുകൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമ്മൾ കാര്യങ്ങളായി മനസ്സിലാക്കുക. ചില പുരോഹിതന്മാർ, പണ്ഡിതന്മാർ അത് വിലക്കാണ്, പോകാൻ പാടില്ല, ഹറാമാണ് എന്ന് പറയുന്നതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഫുഖഹാക്കൾ വരെ ഫുഖഹാഇൻ്റെ മസ്അലകൾ പറയുന്നിടത്ത്, പള്ളിയുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം, ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഒരല്പസമയം അവിടെ ഇരിക്കണം. എന്തിനാണ്? സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ. പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ സലാം വീട്ടിയ ഉടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കലാണ് ഇമാമിന് ഉത്തമം എന്നുവരെ ചെറിയ ഫിഖ്ഹി കിതാബുകളിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഹദീസുകൾ വളരെ വ്യക്തമായി പറയുന്നു, സ്ത്രീക്ക് പള്ളി വിലക്കില്ല, സ്ത്രീക്ക് പള്ളി അനുവദിക്കണം. സ്ത്രീ പള്ളിയിൽ പോവുകയാണെങ്കിൽ പോകട്ടെ, അനുവാദം തേടിയാൽ അനുവാദം കൊടുക്കണം, നിങ്ങൾ തടുക്കരുത്. അങ്ങനെ സ്വഹാബികളുടെ പ്രവർത്തനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിലുമൊക്കെ നമുക്ക് എമ്പാടും തെളിവുകൾ ഈ വിഷയത്തിൽ കാണാം. പക്ഷെ പോകുന്ന പെണ്ണ്
അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വേണം പോകാൻ. ഒന്ന് ഷാളൊക്കെ ഇട്ട് അതായത് മുഖമക്കനകളൊന്നും സ്വീകരിക്കാതെ സാധാ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ചാൽ എല്ലാ സ്ത്രീകൾ എവിടെ പോകണമെങ്കിൽ ഇസ്ലാമിക വേഷവിധാനം അവൾ സ്വീകരിക്കേണ്ടതുണ്ട്, ആ നിബന്ധന പാലിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ പാലിച്ചുകൊണ്ട് അവൾക്ക് പള്ളിയിൽ പോണതിന് യാതൊരു തകരാറുമില്ല, ഒരു വിലക്കുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് വിലക്കാൻ അനുവാദമില്ല. മതം അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ഭാര്യ പള്ളിയിൽ പോണ വിഷയത്തിൽ ഇഷ്ടമില്ലാതെ ചെന്നിട്ട് കൂടി അദ്ദേഹം ഒന്നും അവരെ തടുത്തിട്ടില്ല. അതാണ് സുബഹി നമസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വീഴുന്ന സുബഹി നമസ്കാരത്തിൽ പോലും ഭാര്യ ആത്തിക്ക ആ സമയത്ത് പള്ളിയിൽ ഉണ്ട് എന്ന് ചരിത്രം നമ്മളോട് പറയുകയാണ്. അപ്പോൾ വളരെ ക്ലിയറാണ്. ഒരു തർക്കത്തിൻ്റെയോ കോലാഹലത്തിൻ്റെയോ ബഹളത്തിൻ്റെയോ യാതൊരു ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കുട്ടി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ബഹളമുണ്ടാക്കേണ്ടതില്ല. പോകാം. ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബ് പ്രവാചകന്റെ കൽപ്പനയുണ്ട്, പ്രവാചകന്റെ അനുവാദമുണ്ട്, പ്രവാചകന്റെ പ്രവൃത്തിയിൽ നമുക്കത് കാണാം. അതുപോലെ സ്വഹാബ വനിതകൾ അവരൊക്കെയും ആ വിഷയത്തിൽ നമുക്ക് അവിടെയൊക്കെ ചരിത്രത്തിൽ തെളിവുകൾ കാണാം. അതുകൊണ്ട് അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ത്രീകൾക്ക് പള്ളി വിലക്കില്ല, പള്ളിയിൽ പോകാമെന്നതാണ്. പക്ഷേ നിബന്ധനകൾ പാലിക്കണം. സുഗന്ധമടിക്കരുത്, സുഗന്ധം ഉപയോഗിക്കുവാൻ പാടില്ല, അത്തറ് പൂശി ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ നിബന്ധനകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ആ നിലയ്ക്ക് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ നമസ്കാരത്തിന് പോകാവുന്നതാണ്. അതിന് യാതൊരു വിലക്കുമില്ല. അതൊരാൾക്ക് വിലക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണ് ഇസ്ലാമിക വിധിയിൽ വിഷയത്തിൽ അന്തിമ വിധി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഒരു കാര്യം വേണ്ട എന്ന് പറയാൻ, അത് വിലക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്, പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വിഷയങ്ങൾ പഠിക്കുക. റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.